ഹായ്, ഡ്രീം ഇറ്റ് ബിലീവ് ഇറ്റ് ഡു ഇറ്റ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനിയിലെത്താനുള്ള വഴികളും ഫോർമുലാസും ടിപ്സും സ്റ്റോറീസുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നൊരു പുതിയ സ്റ്റോറിയുമായി വരാം. ഒരു പാവപ്പെട്ട കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ വീടും കുറച്ച് ഭൂസ്വത്തും. അയാളുടെ മെയിൻ വരുമാന മാർഗം കാലികളെ വളർത്തുക. അങ്ങനെ തൻ്റെ കാലിയിൽ കിട്ടുന്ന സമ്പത്ത് കൊണ്ടായിരുന്നു അദ്ദേഹം സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം കാലിയെ കഴുകാൻ തൊട്ടടുത്ത് അരുവിയിലോട്ട് പോകും. എന്നുകളും കാലികളെ കുളിപ്പിച്ച് തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടും. ഇങ്ങനെ ഇദ്ദേഹത്തിന് ആരോ പരിചയപ്പെടുത്തി കൊടുത്ത് ജീവിതം ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഡയമണ്ട് എന്നൊരു സാധനം, ഒരു മെറ്റീരിയൽ ലോകത്തുണ്ട് എന്നും അതിന് നല്ല വില ലഭിക്കുമെന്നും സ്വല്പം ലഭിച്ചാൽ ഒരുപാട് ഭൂസ്വത്തിൻ്റെ ഉടമയാകാമെന്നും കുറച്ചുകൂടി ലഭിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നിനക്ക് വെട്ടിപ്പിടിക്കാതെ നിനക്ക് അതുകൊണ്ട് വാങ്ങിക്കൂട്ടാമെന്നൊക്കെ ഇദ്ദേഹത്തിന് ഈ ഡയമണ്ടിനെ കുറിച്ചുള്ള ഈ നല്ല ഒരു ഇൻഫർമേഷൻ ഈ പാവപ്പെട്ട മനുഷ്യന് ആരോ നൽകി. അങ്ങനെ ഇയാളുടെ മനസ്സിൽ ഒരു ആഗ്രഹം വെച്ചു, എങ്ങനെ ആയാലും വേണ്ടിയില്ല, ജീവിതത്തിൽ ഈ ഡയമണ്ട് നേടണം. അതിനുള്ള പരിശ്രമമായി അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു മാർഗമുണ്ട്. അദ്ദേഹത്തിന്റെ വീടും പറമ്പും വിറ്റു ആ കിട്ടിയ കാശുമായി ഡയമണ്ട് തേടി നടന്നു. അങ്ങനെ അയാൾ ഡയമണ്ട് അന്വേഷിച്ച് കുറേ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായി ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയാണ്. അങ്ങനെ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നത്തിൽ കണ്ടു, താൻ വിറ്റ റൂമിൽ ഒരു സാധനം നല്ല ശോഭയുള്ള സാധനം, ഇയാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഡയമണ്ടിന്റെ എല്ലാ ക്വാളിറ്റീസും കാണുന്ന ഒരു സാധനം, സ്റ്റോണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വപ്നം അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടു. അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല, തൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന താൻ വിറ്റ ഓണർ മറ്റൊരാൾക്ക് വിറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ താൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഈ സ്വപ്നത്തിൽ കണ്ട അതേ തിളങ്ങുന്ന ഒരു വസ്തു ഇദ്ദേഹത്തിൻ്റെ റൂമിൽ കാണുകയാണ്. ഇദ്ദേഹം ചോദിച്ചു, ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാലിയെ കഴുകാൻ തൊട്ടടുത്ത അരുവിയിൽ പോകുമ്പോൾ അവിടുന്ന് ഒരു തിളങ്ങുന്ന സാധനം കണ്ടപ്പോൾ ഞാൻ കൗതുകത്തിന് വേണ്ടി എടുത്ത് ഈ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇദ്ദേഹം ചിന്തിച്ചില്ല, തൊട്ടരുവിയിൽ പോയി നോക്കുമ്പോൾ ഇതേപോലുള്ള നല്ല സ്റ്റോണ് വേറെയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം കൂടുതലൊന്നും ചിന്തിച്ചില്ല, ഈ വീട് തന്നെ വീണ്ടും സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വീട് വാങ്ങിയോ മറ്റോ എന്ന് കഥയുടെ മറ്റൊരു പാർട്ടാണ്. നമ്മളെ വിഷയം അതല്ല. നമ്മളെ റിസോഴ്സ് അല്ലെങ്കിൽ ടാലന്റ്, നമ്മളെ കാലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ സെൽഫായിട്ട് നമുക്ക് ലഭ്യമായ ടാലന്റും റിസോഴ്സും അവസരങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് പറ്റിയ അമളി ആർക്കും പറ്റില്ല. വി ഷുഡ് ഐഡന്റിഫൈ അവർ പവർ, അവർ റിസോഴ്സ് ഫോർ ടാലന്റ് ടു സക്സീഡ് ഇൻ ലൈഫ്. ഇത്തരം ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ വരിക. താങ്ക്സ് ഓൾ.